എല്ലാ കൂട്ടുകാർക്കും മാത്സ് ഡ്രീംസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ഭാഗമായിട്ടുള്ള രണ്ടാം ലോക യുദ്ധമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാഷിസവും നാസിസവും ചർച്ച ചെയ്തു. ഫാഷിസവും നാസിസവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരുന്നു. വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. അതിലെന്താണ് പറയുന്നത്? നാസി ഭരണകാലത്ത്, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങളുടെ വിവരണമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നാസി ഭരണകാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബം അവിടെ നിന്ന് ഒളിച്ച് കടക്കുകയും എന്നാൽ പിന്നീട് ഈ നാസിസ്റ്റുകളുടെ പിടിയിലകപ്പെട്ട ആൻ ഫ്രാങ്കും അതുപോലെ ആൻ ഫ്രാങ്കിന്റെ സഹോദരിയും ഈ നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. വളരെ പ്രശസ്തമായിട്ടുള്ള ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ഈ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ ഫാഷിസവും നാസിസവും മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് നമ്മൾ പറയുണ്ടായി. ഒന്നാം ലോക യുദ്ധം അവസാനിച്ചിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു. 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോക യുദ്ധം ഉണ്ടായിരുന്നത്. അങ്ങനെ 1939 മുതൽ മറ്റൊരു യുദ്ധത്തിന് കൂടി ലോകം സാക്ഷ്യം വഹിച്ചു. 1939 രണ്ടാം ലോക യുദ്ധം ആരംഭിച്ചത്. രണ്ടാം ലോക യുദ്ധം 1939 ആരംഭിച്ചിട്ട് 1945 അവസാനിച്ചത്. 6 വർഷക്കാലം ഈ ലോകയുദ്ധം നീണ്ടുനിന്നു. എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? എന്തായിരുന്നു ഇതിന്റെ കാരണങ്ങൾ? നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1919 നിരവധി ഉടമ്പടികൾ, സമാധാന ഉടമ്പടികൾ പ്രകാരം രാഷ്ട്രങ്ങളുടെ കോളനികൾ മുഴുവൻ, പരാജയപ്പെട്ട രാഷ്ട്രങ്ങൾ, ജർമ്മനിയെ പോലുള്ള രാഷ്ട്രങ്ങളുടെയൊക്കെ കോളനികൾ മുഴുവൻ വിജയിച്ച രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നീട് കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജർമ്മനിക്ക് തീർത്തും അവരുടെ കോളനികൾ മുഴുവനും സഖ്യകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇറ്റലിക്കാണെങ്കിൽ ഒന്നാം ലോക യുദ്ധത്തിന്റെ അവസാനത്തില് വിജയിച്ച സഖ്യകക്ഷികളുടെ കൂടെ ആയിരുന്നുവെങ്കിലും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജർമ്മനിക്കും ഇറ്റലിക്കും തന്നെ കോളനികളോ അതുപോലെ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അപ്പൊ ഈ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോളനികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും പദ്ധതിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹിറ്റ്ലറും അതുപോലെ മുസോളിനിയും, ജർമ്മനിയിലെ ഹിറ്റ്ലർ അതുപോലെ ഇറ്റലിയിലെ മുസോളിനിയും ഇവര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജപ്പാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും കോളനികൾ പിടിച്ചെടുക്കാനും ഒക്കെ ശ്രമം തുടങ്ങി. അങ്ങനെ രാഷ്ട്രങ്ങളെ അവർ തുടർച്ചയായിട്ട് ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒരുമിച്ച് ചേർന്നു. ജർമ്മനി അതുപോലെ ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങള് ഒരുമിച്ച് ചേർന്നു. ഇവർ ചേർന്ന ഈ സഖ്യം അച്ചുതണ്ട് സഖ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അച്ചുതണ്ട് സഖ്യം. ഇപ്പൊ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു സൈനിക സഖ്യം രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടു. അപ്പോ ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നു. ഇവര് അച്ചുതണ്ട് സഖ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പക്ഷെ ഇവർക്കെതിരായിട്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും, ഇവർക്കെതിരായിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് സഖ്യശക്തികൾ എന്ന് പറയുന്ന ഒരു സൈനിക സഖ്യം കൂടി രൂപീകരിച്ചു. അപ്പോ രണ്ടാം ലോക യുദ്ധത്തിലെ രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു, രണ്ട് ചേരികളായിട്ട് അവർ തിരിഞ്ഞു. അപ്പൊ ഒന്ന് അച്ചുതണ്ട് സഖ്യമാണ്. അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്, പ്രധാന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അതുപോലെ തന്നെ സഖ്യശക്തികൾ, ഇവർക്കെതിരായിട്ട് അച്ചുതണ്ട് സഖ്യത്തിനെതിരായിട്ട് രൂപം കൊണ്ട സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയവര്. ഒന്നാം ലോക യുദ്ധ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ മറ്റ് പല ലോക രാജ്യങ്ങളും ഇതുപോലെ രണ്ട് ചേരികളില് ചേരാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ, രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് റഷ്യ. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധരായ സഖ്യത്തോടൊപ്പം, അതായത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും
ചൈനയുടെയും ഉൾപ്പെട്ട സഖ്യശക്തികൾക്കൊപ്പം ചേർന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും അത് ഏതിലാണ് ചേർന്നത്? ഈ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യശക്തികളിലാണ് ഇവർ ചേർന്നത്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അതോടുകൂടി അവരുടെ സഖ്യം കൂടുതൽ ശക്തമായിട്ട് മാറി. ഈ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒന്നാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ സർവ്വരാഷ്ട്ര സഖ്യം എന്ന് പറയുന്ന ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ലോക സംഘടന ലോക സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരുന്നു. അതായത് ഇനിയൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാഷ്ട്രങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ എത്തിച്ചേരണം, അതിനുവേണ്ടി ഒരു സംഘടന രൂപീകരിച്ചിരുന്നു, ഒരു ലോക സംഘടന, അല്ലെ, ലോക സമാധാന സംഘടന, സർവ്വരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന പേരില്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ രണ്ട് ചേരികളെയും രമ്യതയിൽ എത്തിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? സർവ്വരാഷ്ട്ര സഖ്യത്തിന് കഴിഞ്ഞില്ല, അവർ പരാജയപ്പെട്ടു. പ്രത്യേകിച്ചും ഹിറ്റ്ലറും അതുപോലെ മുസോളിനിയും ആക്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വന്നതാണ്. അത് പ്രത്യേകിച്ച് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ മറ്റു രാജ്യങ്ങളുമായിട്ട് സമാധാന ചർച്ചയിൽ ഏർപ്പെടാനും രമ്യതയിൽ എത്തിച്ചേരാനും ഒന്നും സഹകരിച്ചില്ല. അപ്പോൾ കോളനികളെ കൈയടക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയും അതുപോലെ ഇറ്റലിയും ജപ്പാനും, അല്ലെ, അച്ചുതണ്ട് ശക്തികളിൽ പെടുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇവർ വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചു. ഇവരിങ്ങനെ ആക്രമിച്ച സമയത്ത് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള മുതലാളിത്ത രാജ്യങ്ങളൊന്നും തന്നെ ഈ ആക്രമണങ്ങളെ ചേർത്തില്ല. അതായത് കോളനികൾ സൃഷ്ടിക്കാൻ വേണ്ടി, കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടി, രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു, ഈ രാഷ്ട്രങ്ങളെയൊക്കെ പൊതുവെ ലോകത്തിലുള്ള മറ്റു പല രാഷ്ട്രങ്ങളെയും ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള വൻ സാമ്രാജ്യത്വ ശക്തികളുണ്ട്, മുതലാളിത്ത രാജ്യങ്ങൾ. ഇവര് ഈ ജർമ്മനിയെ, ഇറ്റലിയെയും ജപ്പാനെയും ഒന്നും അവര് എതിർത്തില്ല. കാരണം എന്തായിരുന്നു? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ അവർ ശത്രുവായി കണ്ടു. ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ മുതലാളിത്ത രാജ്യങ്ങളാണ്. അവര് കോളനികൾ സൃഷ്ടിച്ചുകൊണ്ട് ഭരിക്കാനും അവര് മേൽക്കോയ്മ സ്ഥാപിക്കാനുമാണ് അവരൊക്കെ ശ്രമിച്ചിരുന്നത്. പക്ഷെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് ലെനിന്റെയും ഒക്കെ നേതൃത്വത്തില് രൂപം കൊണ്ട ഒരു രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. അപ്പൊ ഈ സോവിയറ്റ് യൂണിയൻ ഇവരുടെ എതിരാളിയായിരുന്നു, ശരിക്കും ശത്രുത ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ സോവിയറ്റ് യൂണിയനോട് ഒരു ശത്രുത ഉണ്ടായിരുന്നു. അപ്പൊ സോവിയറ്റ് യൂണിയനെയാണ് അവര് ശത്രുവായിട്ട് കണ്ടത്, അല്ലാതെ ജർമ്മനിയെയോ ഇറ്റലിയെയോ ജപ്പാനെയോ ഒന്നും അല്ല. അതിനേക്കാൾ കൂടുതലായിട്ട് സോവിയറ്റ് യൂണിയനെയാണ് അവര് ശത്രുവായിട്ട് കണ്ടത്, മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് അവർ ജർമ്മനിയും ഇറ്റലിയും ഒക്കെ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി രാജ്യങ്ങളെ ആക്രമിച്ചപ്പോ അതിനെതിരെ ചെറുക്കാൻ അവര് മുതിരാത്തത്. അപ്പൊ ഇത്തരത്തില് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഈ നയം പ്രീണന നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രീണന നയം. അതായത് എന്താ ചെയ്തത്? ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റു കോളനികളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ, രാഷ്ട്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ഈ ബ്രിട്ടനും ഫ്രാൻസും ചേർത്തില്ല. കാരണം എന്തായിരുന്നു? ഈ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അവരുടെ മുഖ്യ ശത്രുവായിട്ട്, മുതലാളിത്ത രാജ്യങ്ങൾ അവരുടെ മുഖ്യ ശത്രുവായിട്ട് കണ്ടിരുന്നത് സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെ ആയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ജർമ്മനിയെയും ഇറ്റലിയെയും ജപ്പാനെയും എതിർക്കാൻ പോയില്ല. അപ്പൊ ഇത്തരത്തിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇവരുടെ ഈ ആക്രമണം, ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഈ നയം അറിയപ്പെടുന്നത് പ്രീണന നയം എന്നാണ്. അങ്ങനെയിരിക്കെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഈ പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന് സെപ്റ്റംബർ 3 ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, അല്ലെ, അതോടൊപ്പം തന്നെ ആരൊക്കെ ഉണ്ട്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഉണ്ട്. ഈ സഖ്യ കക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ രണ്ടാം ലോക യുദ്ധത്തിന് കാരണം എന്താണ്? 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാം ലോക യുദ്ധത്തിലേക്ക് എത്തിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒന്നാം ലോക യുദ്ധത്തിലെ പരാജയമാണ്. ഒന്നാം ലോക യുദ്ധത്തിലെ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായിട്ട് സാമ്രാജ്യത്വ ശക്തികള്, വിജയിച്ച സൈനിക സഖ്യത്തിലെ രാജ്യങ്ങള് നിരവധി ഉടമ്പടികൾ ഒപ്പുവെക്കുകയും
എന്നിട്ട് അവരുടെ കയ്യിലുള്ള കോളനികളൊക്കെ കൈക്കലാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ജർമ്മനിക്കാണ്. 1919 വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ കോളനികളെല്ലാം വിജയിച്ച സഖ്യകക്ഷികൾക്ക് നൽകുകയും ജർമ്മനി നിരായുധീകരിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഉടലെടുത്തിട്ടുള്ള നാസിസ്റ്റ് ഫാസിസ്റ്റ് ആശയങ്ങൾ. ഇറ്റലിയിലെ ഫാഷിസവും അതുപോലെ ജർമ്മനിയിലെ നാസിസവും. ഇറ്റലിയുടെ ഫാഷിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് ബെനിറ്റോ മുസോളിനി ആയിരുന്നു. ജർമ്മനിയിലെ നാസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അപ്പൊ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഇവര് വിദേശ രാജ്യങ്ങളോട് ഒരു ആക്രമണ നയമാണ് സ്വീകരിച്ചത്. വിദേശ രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, കോളനികൾ ഉണ്ടാക്കി അവരുടെ രാജ്യങ്ങൾ വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആക്രമണോത്സുകമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ജർമ്മനിയും ഇറ്റലിയും ഹിറ്റ്ലറുടെയും അതുപോലെ മുസോളിനിയുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് അവര് അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്ന ഒരു സൈനിക സഖ്യമുണ്ടാക്കി. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവര് 3 പേരും ചേർന്നിട്ടുള്ള, ഈ 3 രാജ്യങ്ങളും ചേർന്നുള്ള സൈനിക സഖ്യത്തിന് അച്ചുതണ്ട് സഖ്യം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. അപ്പോൾ ഈ സൈനിക സഖ്യമാണ് തുടർച്ചയായിട്ട് വിദേശികളെ ആക്രമിക്കാനൊക്കെ പദ്ധതികളിട്ടു. വിദേശ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതികളിട്ടു. ഇവരെ എതിർക്കാനായിട്ട് മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നു. അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മറ്റൊരു സൈനിക സഖ്യം രൂപീകരിച്ചു. അത് സഖ്യശക്തികൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ 2 സൈനിക സഖ്യങ്ങളാണ് 2ാം ലോകയുദ്ധത്തിന്റെ തുടക്കത്തിൽ രൂപീകരിക്കപ്പെട്ടത്. ഈ സഖ്യശക്തികളോടൊപ്പം, അതായത് ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസ്, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളോടൊപ്പം അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ കടന്നു വന്നു, അവരോട് കൂടി ചേർന്നു. അപ്പൊ അവർ കൂടുതൽ ശക്തമായി. അതുപോലെ തന്നെ 1ാം ലോക യുദ്ധത്തിന്റെ അവസാനത്തിലെ ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. ഈ സംഘടന ഈ സമാധാനപരമായ ചർച്ചകളിൽ പരാജയപ്പെട്ടു. അതായത് ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള ചർച്ച, രമ്യതയിൽ എത്തിക്കാനുള്ള ഒരു ചർച്ച നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതും ഒരു കാരണമായി. സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയം കൂടി 2ാം ലോക യുദ്ധത്തിന്റെ ഒരു കാരണമാണ്. അപ്പോൾ ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങള്, അച്ചുതണ്ട് സഖ്യങ്ങള് മറ്റ് വിദേശ രാജ്യങ്ങളെ ആക്രമിക്കുന്നതില് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എതിർത്തിരുന്നില്ല. തുടക്കത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അതിന് അനുകൂലമായ ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അതായത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുകയും കോളനികൾ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിന് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തുടക്കത്തില് അതിന് അനുകൂലമായിട്ടുള്ള ഒരു നയമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ അവരുടെ ഈ പ്രോത്സാഹന നയം പ്രീണന നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രീണന നയം. അപ്പൊ ഇത്തരത്തില് ബ്രിട്ടനും ഫ്രാൻസും അവരെ അനുകൂലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെയാണ് അവർ പ്രധാന ശത്രുക്കളായിട്ട് കണ്ടിരുന്നത്. ഈ സാമ്രാജ്യത്വ ശക്തികളെല്ലാം തന്നെ സോഷ്യലിസത്തെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനെയാണ് അവര് പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവര് ഈ ജർമ്മനിയെയും ഇറ്റലിയെയും അവരുടെ ആക്രമണത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. അതിനിടയിൽ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികള് ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ജർമ്മനിയെ സഹായിക്കാൻ അവരോടൊപ്പമുള്ള ഇറ്റലിയും ജപ്പാനും അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ട് ലോകത്തെ 2ാമതൊരു യുദ്ധം കൂടി ആരംഭിച്ചു. ഇതാണ് 2ാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ, 2ാം ലോക യുദ്ധത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇതിനിടയിൽ 1939 ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിലൊരു കരാറുണ്ടാക്കിയിരുന്നു. അത് അനാക്രമണ സന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അനാക്രമണ സന്ധി. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ 1939 ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം പരസ്പരം അവർ ആക്രമിക്കുകയില്ല. അതായത് ജർമ്മനി റഷ്യയെയും, റഷ്യ ജർമ്മനിയെയും, സോവിയറ്റ് യൂണിയൻ
റഷ്യ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയെയും, ജർമ്മനി സോവിയറ്റ് യൂണിയനെയും ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഉടമ്പടി ഉണ്ടാക്കി. അത് മാത്രമല്ല, അതോടൊപ്പം പോളണ്ട് എന്ന് പറയുന്ന ജർമ്മനി കീഴടക്കിയ രാഷ്ട്രം ഉണ്ടാവും. അപ്പൊ അത് പോളണ്ട് പങ്കുവെക്കാമെന്നും സോവിയറ്റ് യൂണിയന് കൂടെ അവിടെ അധികാരം കൊടുക്കാമെന്നും അത് ആ ഉടമ്പടി പ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ജർമ്മനി ഈ ഉടമ്പടി നിരാകരിച്ചുകൊണ്ട് റഷ്യയെ ആക്രമിച്ചു. സോവിയറ്റ് യൂണിയനെ ജർമ്മനി 1941 ആക്രമിച്ചതോടുകൂടി ആ കരാറ് റദ്ദായി, ആ കരാർ അവസാനിച്ചു. പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും സഖ്യശക്തികളോടൊപ്പം ചേർന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ ചൈനയും ഉൾപ്പെട്ട സഖ്യശക്തികളോടൊപ്പം അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും കൂടി ഇവരോടൊപ്പം ചേർന്നു. അപ്പോൾ അവർ കൂടുതൽ ശക്തമായിട്ട്, ഈ സഖ്യശക്തികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സൈനിക സഖ്യം കൂടുതൽ ശക്തരായിട്ട് മാറി. ഇവരുടെ ആക്രമണം ഈ അച്ചുതണ്ട് സഖ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയവർക്കെതിരായിട്ടായിരുന്നു ഇവരുടെ യുദ്ധം. അച്ചുതണ്ട് സഖ്യത്തിനെതിരായിട്ടായിരുന്നു ഈ സഖ്യശക്തികൾ യുദ്ധം ചെയ്തത്. അപ്പൊ ഈ സഖ്യശക്തികൾ വൻ ശക്തിയായിട്ട് മാറിയിരുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവരോടൊപ്പം വൻ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ഇവരൊക്കെ അതിനോടൊപ്പം ചേർന്നു. അപ്പോ സഖ്യശക്തികൾ കൂടുതൽ ശക്തരായി. ഇവരുടെ ആക്രമണം ജർമ്മനിക്കും ഇറ്റലിക്കും താങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയും ഇറ്റലിയും അവർക്ക് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഇറ്റലിയിലെ നേതാവായ, അതായത് ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബെനിറ്റോ മുസോളിനിയെ ആളുകൾ പിടികൂടി വധിച്ചു. ജർമ്മനിയിലെ നാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ജർമ്മനിയും ഇറ്റലിയും ഈ യുദ്ധത്തിൽ കീഴടങ്ങി. എന്നാൽ ജപ്പാൻ എപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. പസഫിക് മേഖലയില് അമേരിക്കയ്ക്കും അതുപോലെ ജപ്പാനും താല്പര്യമുള്ള മേഖലയായിരുന്നു. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഉൾപ്പെട്ട പ്രദേശമാണ്. പസഫിക് മേഖലയില് അമേരിക്കയ്ക്കും ജപ്പാനും ഉള്ള സാമ്പത്തിക താല്പര്യങ്ങളുടെ മുകളിൽ ജപ്പാൻ അമേരിക്കയുടെ എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാൻ 1941 ഹവായ് ദ്വീപില് അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുകയാണ് ചെയ്തത്. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കയുടെ നാവിക കേന്ദ്രമായിരുന്ന പേൾ ഹാർബർ എന്നറിയപ്പെട്ട തുറമുഖം അത് ജപ്പാൻ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് ജപ്പാനെതിരായിട്ട് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെ രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക സജീവമാവുന്നത് ഇങ്ങനെയാണ്. അതായത് പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് 1941 ഹവായ് ദ്വീപില് അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. അതിനെന്തായിരുന്നു കാരണം? പസഫിക് മേഖലയില് രണ്ട് രാജ്യങ്ങൾക്കും, അതായത് അമേരിക്കയ്ക്കും ജപ്പാനും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടാണ് ഈ ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ജപ്പാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പൊ ജപ്പാനെ കീഴടക്കുന്നതിനായിട്ട് സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. ജർമ്മനിയും അതുപോലെ ഇറ്റലിയും ഈ സഖ്യ ശക്തികൾക്ക് കീഴടങ്ങി. അതോടൊപ്പം ജർമ്മനിയുടെ നാസിസ്റ്റ് നേതാവായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവായിട്ടുള്ള മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനെ ആക്രമിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വൻ ആക്രമണമായിരുന്നു അത്. ആ സംഭവം വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. എന്തായിരുന്നു അത്? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള അണുബോംബ് അമേരിക്ക ജപ്പാനിലുള്ള ഹിരോഷിമയിൽ വർഷിച്ചു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ജപ്പാനെ കീഴടക്കാൻ വേണ്ടി ട്രാൻസ് സൈബീരിയയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സോവിയറ്റ് യൂണിയൻ ജപ്പാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനെ ആക്രമിച്ചു. എങ്ങനെയാണ്? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള അണുബോംബ് ജപ്പാനിലുള്ള ഹിരോഷിമയിൽ വർഷിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 9 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന പേരിലുള്ള ഒരു അണുബോംബ് നാഗസാക്കിയിലും അമേരിക്ക വർഷിക്കുകയുണ്ടായി. 1945 ഓഗസ്റ്റ് 6
ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിലും, ജപ്പാനിലെ ഹിരോഷിമയിലും ആഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന പേരിലുള്ള അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടുകൂടി ജപ്പാൻ ആകെ തകർന്നു പോയി. ജപ്പാൻ കീഴടങ്ങുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇതിന്റെ ഫലങ്ങൾ? രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ. ദശലക്ഷക്കണക്കിന് ആളുകളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടാമത്തെ, യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക നില. മുൻപ് ഒന്നാം ലോക യുദ്ധത്തിൽ പഠിച്ചതുപോലെ തന്നെ യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഫലം സർവനാശമായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആകെ തകരാറിലായി. മൂന്നാമത്തേത്, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ വൻ സാമ്രാജ്യത്വ ശക്തികളായിട്ട് നിരവധി സ്ഥലങ്ങളിൽ, ഏഷ്യയിലെയും ആഫ്രിക്കയിലും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ നിരവധി സ്ഥലങ്ങൾ കോളനികളായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ലോക മേധാവിത്വം അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. വൻ രാജ്യങ്ങളായിട്ട് മാറാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പൊ ഈ ലോക മേധാവിത്വം തകർന്നു. കാരണം അവർക്ക് അവരുടെ സാമ്പത്തിക നില തകർന്നു. അതുകൊണ്ട് തന്നെ ഭരണകാര്യങ്ങളിലൊക്കെ, രാഷ്ട്രീയ മേഖലയിലും തികച്ചും ഈ യുദ്ധം നന്നായിട്ട് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ ഈ ലോക മേധാവിത്വം, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. മറ്റൊന്ന്, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയൊക്കെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. 1945 യുദ്ധം അവസാനിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1945 അവസാനിച്ച ഈ യുദ്ധത്തോടു കൂടി, രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തി പ്രാപിച്ചു. മറ്റൊന്ന്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. യുദ്ധത്തോടു കൂടി അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട്, അമേരിക്കയാണ് ഈ യുദ്ധത്തിൽ വൻ പങ്ക് വഹിച്ചത്. യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിച്ചത് അമേരിക്കയാണ്. അതുപോലെ സോവിയറ്റ് യൂണിയനും. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ മുകളിലേക്ക് കടന്ന് വൻ ശക്തികളായിട്ട് മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. നമുക്ക് അറിയാം, ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം സർവ്വരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് എന്ന പേരിൽ ഒരു ലോക സമാധാന സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. പിന്നീട് ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമാവുന്നത്. ഇന്നും ലോകത്തിന്റെ സമാധാന പ്രവർത്തനങ്ങളായി ഉറച്ചു നിലകൊള്ളുന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം. രണ്ടാം ലോക യുദ്ധത്തില് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില ദുർബലമായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം അത് തകർന്നു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തി പ്രാപിച്ചു. അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു ലോക സമാധാന സംഘടന രൂപീകരിക്കപ്പെട്ടു. ഇത്രയുമാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ. അപ്പൊ ഏത് യുദ്ധങ്ങൾ പഠിക്കുമ്പോഴും, ഏത് സമരങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ കാരണങ്ങൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചിന്തകന്മാർ, അവരുടെ വാക്കുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതുപോലെ തന്നെ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ സമരത്തിന്റെ ഫലങ്ങൾ, ഇതെല്ലാം വേർതിരിച്ച് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. അതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യണം, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യണം, അതുപോലെ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇത്രയുമാണ് രണ്ടാം ലോക യുദ്ധത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്.